എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എങ്ങനെ കാണും എന്നുള്ളതാണ്. ഡൊമെയിൻ കാണുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാനതിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇതൊരു കണ്ടിന്യൂസ് വീഡിയോ ആയതുകൊണ്ട് ആദ്യം ഡൊമെയിനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിലുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ഡൊമെയിൻ എങ്ങനെ വളരെ ഈസിയായി വിത്തിൻ സെക്കൻഡ്സ്, അതായത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ചെയ്യാതെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് എങ്ങനെ ആൻസർ എഴുതാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ദ ഗിവൺ ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. ആദ്യം എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് സെക്കൻഡ് കേസിൽ വരുന്ന ഒരു ടൈപ്പാണ്, അതായത് സ്ക്വയർ റൂട്ട് വരുന്ന ടൈപ്പ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിൽ ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ 4 മൈനസ് എക്സ് സ്ക്വയർ റൂട്ടിനുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതെങ്ങനെ വന്നു എന്നറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും എഴുതുന്നത് ഇങ്ങനെയായിരിക്കും: 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതും, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യും നമ്മൾ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇതിനെ 2 പ്ലസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഈ ഒരു എക്സ്പ്രഷൻ എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. എന്ന് വെച്ചാൽ എന്താ, എപ്പോഴാണ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരിക? അതായത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതാം. അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഇനി ഇത് എക്സാക്റ്റ് ആയിട്ട് ഏതൊക്കെ എക്സ് വാല്യൂസിനാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് എന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നമ്പർ ലൈനിൽ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇനി ഇവിടെ നടുവിലുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 വരുന്ന സമയത്ത് 2 പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന് നെഗറ്റീവ് 2 വരും. 2 മൈനസ് എക്സ് 0 ആണെങ്കിൽ 2 വരും. ഇപ്പോൾ നമുക്കിവിടെ 3 ഇൻ്റർവെൽ കിട്ടും. മൈനസ് ഇൻഫിനിറ്റി ടു -2, -2 ടു 2, അതുപോലെ 2 ടു ഇൻഫിനിറ്റി. ഇങ്ങനെ 3 ഇൻ്റർവെല്ലായിട്ട് ഇതിനെ മാർക്ക് ചെയ്യാം. നമ്മൾ എഴുതണമെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു 2, അതുപോലെ -2 ടു 2, മൂന്നാമത്തെ ഇൻ്റർവെൽ 2 ടു ഇൻഫിനിറ്റി. അപ്പം അങ്ങനെ 3 ഇൻ്റർവെൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏത് ഇൻ്റർവെല്ലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് 2 പ്ലസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് എന്ന് നോക്കണം. ഫസ്റ്റ് ഈ ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റ് എടുക്കുക, പിന്നെ ഈ ഇൻ്റർവെല്ലിൽ, പിന്നെ ഈ ഇൻ്റർവെല്ലിൽ. അതിൽ ഏത് പോയിൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് എന്ന് നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഫസ്റ്റ് ഈ ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ -3 എടുക്കുകയാണ്. -3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 3 ദെൻ ഇൻറ്റു 2 മൈനസ് -3 വരും. 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1 വരും. ഇൻറ്റു 2 പ്ലസ് 3 5 വരും. ടോട്ടൽ എന്തായാലും നെഗറ്റീവാണിത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ എടുക്കുന്ന എല്ലാ വാല്യൂസിനും ആൻസർ നെഗറ്റീവാണ് വരുന്നത്. ഇനി സെക്കൻഡ് ഇൻ്റർവെല്ലിലത്തെ ഒരു നമ്പർ എടുക്കുക. -2 ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വാല്യൂ 0 എടുക്കാം. ഇനി 0 കൊടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് എക്സ് എന്നാണ്, അതായത് 2 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 തന്നെയാണ് വരിക. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. അതായത് 2 ഇൻറ്റു 2 4 പോസിറ്റീവ് വാല്യൂ ആണ്. സോ നമുക്ക് പറയാം ഈ ഇൻ്റർവെല്ലിൽ പോസിറ്റീവ് വാല്യൂ ആണെന്ന് പറയാം. ഇനി തേർഡ് ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റ് ഇതുപോലെ കൊടുത്ത് നോക്കാം. ഇതിലത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ +3 എടുക്കാം. സോ 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 5 വരും. 2 മൈനസ് 3 -1. ടോട്ടൽ വാല്യൂ വരുന്നത് നെഗറ്റീവാണ്, അതായത് ലെസ് ദാൻ 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇൻ്റർവെല്ലിൽ ഏതൊക്കെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നത്. ആകെ ഒരു ഇൻ്റർവെല്ലിൽ മാത്രമാണ് അത് പോസിറ്റീവ് വരുന്നത്. ഈ ഒരു ഇൻ്റർവെല്ലിൽ -2 ടു 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നത്. അതായത് ഈ ഇൻ്റർവെല്ലിൽ കൊടുത്തപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. ഈ ഇൻ്റർവെല്ലിൽ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. അപ്പോൾ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ എടുക്കാൻ പറ്റില്ല, ഈ ഇൻ്റർവെല്ലും എടുക്കാൻ പറ്റില്ല. ആകെ ഈ ഒരു ഇൻ്റർവെല്ലിൽ മാത്രമാണ് ഡൊമെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. സോ നമ്മുടെ ഡൊമെയിനായിട്ട് എങ്ങനെ എഴുതാം? ദോർഫോർ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു
-2 to 2 എന്നെഴുതാം. ഇനി -2ഉം ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളിവിടെ ബ്രാക്കറ്റ് എഴുതാൻ. അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 0 ആണെങ്കിലും ഫംഗ്ഷൻ എന്താണ്, ഡിഫൈൻഡ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ ബ്രാക്കറ്റ് എങ്ങനെ എഴുതണം, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിട്ട് എഴുതാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 2 എന്നെഴുതാം. സോ നമുക്ക് ഡൊമെയിൻ കിട്ടി. ഡൊമെയിൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 2. ഈ ഇൻ്റർവെല്ലിലുള്ള എല്ലാ വാല്യൂസിനും ഫംഗ്ഷൻ എന്താണ്, ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുക. ഇനി ഇതിൻ്റെ ട്രിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 - x². ഇതും നേരത്തെ ചെയ്ത അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം, ബ്രാക്കറ്റിനുള്ളത്തെ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കും എന്ന് പറയാം. അതായത് 16 - x² എന്ന് പറയുന്ന ഈ ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് 4 - x ഇൻറ്റു 4 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്ത്, a² - b² എന്നുള്ള ഇക്വേഷൻ. ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ഇവിടെ എടുക്കുക. നമ്പർ ലൈൻ വരച്ചുകൊണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഇവിടെ -∞, ഇവിടെ -4, പിന്നെ ഇവിടെ 4, പിന്നെ ഇൻഫിനിറ്റി. ഈ 3 ഇൻ്റർവെല്ല് നോക്കുക. ഫസ്റ്റ് ഇൻ്റർവെൽ -∞ to -4, ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുക്കുക. -5 എടുക്കാം, ഇവിടെ 0 എടുക്കാം, ഇവിടെ 5 എടുക്കാം. ഇവിടെ -5 കൊടുത്തു കഴിഞ്ഞാൽ 9 × -1 എന്ന് വരും. അതായത് നെഗറ്റീവാണ് വരുന്നത്. സോ ഈ ഇൻ്റർവെല്ലിൽ നെഗറ്റീവ് വാല്യൂ വരുന്നു. ഇനി സെക്കൻഡ് ഇൻ്റർവെല്ലിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ 4 × 4 16 പോസിറ്റീവ് വന്നു. ഇനി 5 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും -1 × 9 എന്ന് വരും. അതായത് നെഗറ്റീവ് വാല്യൂ വരുന്നത്. സോ ഇവിടെയും നെഗറ്റീവ് വരുന്നുണ്ട്. സോ ആകെ കൂടി പോസിറ്റീവ് കിട്ടുന്ന ഒരേ ഒരു ഇൻ്റർവെല്ല് മാത്രമേ ഉള്ളൂ, -4 to 4 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ല്. ദെർഫോർ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ -4 to 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൊമെയിനും. ഇപ്പോൾ ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഡൊമെയിൻ എങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a² - x² ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു, ഇവിടെ a² ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ -a എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത്രയേ ഡൊമെയിൻ കാണാൻ ചെയ്യേണ്ടതുള്ളൂ. ഈസി അല്ലേ? സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 - x². ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിന് ഒറ്റ സെക്കൻഡിൽ സ്റ്റെപ്പുകളൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.